ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെൻഡിങ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് പാർട്ണർഷിപ്പ് ഫേംസ്. വ്യക്തികൾക്കും പ്രൊപ്രൈറ്റർഷിപ്പ് ഫേംസിനും പാർട്ണർഷിപ്പ് ഫേംസിനും ഉള്ള ലെൻഡിങ് ആണ്. അതായത് ബാങ്കിൽ നിന്ന് എങ്ങനെ ലോൺ എടുക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെൻഡിങ് ടു ആൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് നിയമം എന്നുള്ളതാണ്. ബാങ്ക്സ് ലെൻഡ് ടു ഇൻഡിവിജ്വൽസ് ഫോർ വേരിയസ് റീസൺസ്. ഒരുപാട് കാരണങ്ങൾക്ക്, ഒരുപാട് ആവശ്യങ്ങൾക്ക് ബാങ്ക് വ്യക്തികൾക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. ബാങ്ക്സ് ക്യാൻ ലെൻഡ് ടു ഓൾ എലിജിബിൾ ഇൻഡിവിജ്വൽസ് ഓഫ് സൗണ്ട് മൈൻഡ് ഹു ആർ നോട്ട് മൈനേഴ്സ്. ബാങ്കിന് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ലോൺ കൊടുക്കാം. എന്നാൽ സൗണ്ട് മൈൻഡ്, അതായത് സുബോധമില്ലാത്ത, അല്ലെന്നുണ്ടെങ്കിൽ മൈനേഴ്സ് അല്ലാത്ത, മൈനർ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്തവർ, പ്രായപൂർത്തിയാകുന്നത് 18 വയസ്സിലാണ്. പ്രായപൂർത്തിയാകാത്തവർക്ക്, സൗണ്ട് മൈൻഡ് ഇല്ലാത്തവർക്ക് ഒഴിച്ച് ബാക്കി എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും ബാങ്ക് ലോൺ കൊടുക്കാനൊക്കും. ദ ഡീലിംഗ്സ് വിത്ത് ഇൻഡിവിജ്വൽസ് ആർ ഗിവൺ ബൈ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ പരിധിയിൽ വരുന്ന നിയമങ്ങൾ അനുസരിച്ചാണ് ഇൻഡിവിജ്വൽസിന്റെ ഡീലിംഗ്സ് ഗവൺ ചെയ്തിരിക്കുന്നത്. The bank, while lending to an individual, should ensure that the borrower is competent to enter into a contract. ബാങ്കിന് ഓർക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒറ്റ കാര്യമുള്ളൂ, ലെൻഡിങ് ടു ആൻ ഇൻഡിവിജ്വൽ ഷുഡ് എൻഷുർ ദാറ്റ് ദ ബോറോവർ ഈസ് കോമ്പിറ്റന്റ് ടു എൻ്റർ ഇൻ എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിലേക്ക് കടക്കാൻ ബോറോവർ കോമ്പിറ്റന്റ് ആയിരിക്കണം എന്നുള്ള കാര്യം മാത്രമേ ഓർക്കാനുള്ളൂ. ഇനി ഇതിൽ ചില സ്പെസിഫിക് കേസസ് ഉണ്ട്. ആ കേസസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വരുന്ന ചില കേസുകൾ. ഒന്ന്, മൈനർ ഇൻഡിവിജ്വൽ. അക്കോർഡിംഗ് ടു ലോ, എ മൈനർ ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് എൻറ്ററിംഗ് ഇൻ ടു എ കോൺട്രാക്ട്. പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ സാധ്യമല്ല. എ പേഴ്സൺ ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 ഇയേഴ്സ് അണ്ടർ ദ ഇന്ത്യൻ മെജോറിറ്റി ആക്ട്. ഇന്ത്യൻ മെജോറിറ്റി ആക്ട് അനുസരിച്ച് 18 വയസ്സ് ആകാത്ത ഒരാളെയാണ് മൈനർ എന്ന നിയമത്തിന്റെ കണ്ണുകളിൽ കണക്കുകൂട്ടിയിരിക്കുന്നത്. അതായത് 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ മേജർ ആകും. പിന്നെ ഹി ഈസ് എലിജിബിൾ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. എ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബൈ എ മൈനർ ഈസ് നൾ ആൻഡ് വോയിഡ്. ഒരു മൈനർ എൻ്റർ ചെയ്തിരിക്കുന്ന കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അത് അസാധു, റദ്ദാക്കിയതുമാണ് എന്നാണ്. നൾ ആൻഡ് വോയിഡ് എന്ന് പറഞ്ഞാൽ അസാധുവാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. കാരണം ആ കോൺട്രാക്ട് നിലനിൽപ്പില്ല. എന്നാൽ അസറ്റ് പ്ലെഡ്ജഡ് അഗൈൻസ്റ്റ് ആൻ അഡ്വാൻസ് ഗ്രാൻഡഡ് ടു എ മൈനർ ആർ നോട്ട് അവൈലബിൾ ഫോർ അപ്രോപ്രിയേഷൻ ഓഫ് ഡ്യൂസ്. മൈനറുടെ ഒരു ലോണിന് അഗൈൻസ്റ്റ് ആയിട്ട് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന അസറ്റ്സ് ആർ നോട്ട് അവൈലബിൾ ഫോർ അപ്രോപ്രിയേഷൻ ഓഫ് ഡ്യൂസ്. ഡ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ചെയ്ത് ബാങ്കിന് എടുക്കാനൊക്കത്തില്ല. ബാങ്ക് അതിൽ പരാജയപ്പെടുകയുള്ളൂ. എന്നാൽ ഇതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്, ചില ഒഴിവഴിവുകൾ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഈ മൈനറുടെ ജീവിത ആവശ്യത്തിന്, അതായത് സപ്ലൈ ഓഫ് നെസസിറ്റീസ് ടു ഹിം വേണ്ടി ചെയ്തിട്ടുള്ള ലോൺ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന നിയമസാധുതകളുണ്ട്. ഇഫ് എ ബാങ്ക് ലെൻഡ്സ് മണി ടു എ മൈനർ ടു മീറ്റ് ദ എക്സ്പെൻസ് ഫോർ പർച്ചേസിങ് നെസസിറ്റീസ് ഓഫ് ലൈഫ്, ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ, അതല്ല പിന്നെ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തു അതിന് വേണ്ടുന്ന വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ കാര്യങ്ങളൊക്കെ ദ ബാങ്ക് ക്യാൻ റിക്കവർ ദ മണി ഫ്രം ദ എസ്റ്റേറ്റ് ഓഫ് ദ മൈനർ. മൈനറുടെ എസ്റ്റേറ്റിൽ നിന്നും, അതായത് മൈനറുടെ അസറ്റിൽ നിന്നും ബാങ്കിന് ഈ തുക റിക്കവർ ചെയ്യാനൊക്കും. സെക്ഷൻ 68 ഓഫ് ദ കോൺട്രാക്ട് ആക്ട് സേസ് ദാറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് എ മൈനർ ഈസ് ലയബിൾ ഫോർ സച്ച് ലോൺസ്. കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 68 അനുസരിച്ചാണ് ഇത് പറയുന്നത്, മൈനർ ഈസ് ലയബിൾ ഫോർ സച്ച് ലോൺസ്. പക്ഷേ ഗാർഡിയൻസ് മേ ബോറോ ഓൺ ബിഹാഫ് ഓഫ് ദ മൈനേഴ്സ്. മൈനേഴ്സിന് വേണ്ടി ഗാർഡിയൻസിന് പോയി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് ലോണ് എടുക്കാനൊക്കും. ഇനി പേഴ്സൺ നോട്ട് ഓഫ് സൗണ്ട് മൈൻഡ്, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ളത്, അതായത് സുബോധമില്ലാത്ത രീതിയിൽ ആൾക്കാരെ കൊണ്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിച്ച് ലോൺ എടുപ്പിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് ഓഫ് സൗണ്ട് മൈൻഡ്, സുബോധമില്ലാത്ത ഒരാളാണെങ്കിൽ, ഹി ഈസ് ഇൻകോമ്പിറ്റന്റ് ടു എൻ്റർ ഇന്ത്യ കോൺട്രാക്ട് ആസ് പെർ സെക്ഷൻ 12 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. സെക്ഷൻ 12 പ്രകാരം സൗണ്ട് മൈൻഡ് ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കോമ്പിറ്റന്റ് അല്ല. എ പേഴ്സൺ വിൽ ബി കൺസിഡേർഡ് നോട്ട് ഓഫ് സൗണ്ട് മൈൻഡ്. എങ്ങനെയാണ് സൗണ്ട് മൈൻഡ് അല്ല എന്ന് കൺസിഡർ ചെയ്യുന്ന പറഞ്ഞാൽ, അറ്റ് ദ ടൈം വെൻ ഹി മേക്സ് ദ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത്, ഇഫ് ഹി ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്, അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും, ആൻഡ് ഓഫ് ഫോമിങ് എ റാഷണൽ ജഡ്ജ്മെന്റ് ആസ് ടു ഇറ്റ്സ് എഫക്ട് അപ്പോൺ ഹിസ് ഇൻട്രസ്റ്റ്,
ആ വ്യക്തിയുടെ താല്പര്യങ്ങളിൽ ഈ കോൺട്രാക്ട് കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ എഫക്റ്റിനെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലുമാണ് ആ മനുഷ്യന്റെ മാനസിക നിലവാരം എങ്കിൽ ദ പേഴ്സൺ ഈസ് കൺസിഡേർഡ് ആസ് നോട്ട് ഓഫ് സൗണ്ട് മൈൻഡ്. അതായത് സുബോധമില്ലാത്ത ഒരു നിലയിൽ ആ കോൺട്രാക്റ്റിൽ ഒപ്പിടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എ കോൺട്രാക്ട് വുഡ് ബി ഇൻവാലിഡ് ഇഫ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് ദ ബോറോവർ when entering into it was not in a sound state of mind and could not understand what he was doing and the implications of entering into contract. അതായത് മദ്യം കൊടുത്ത് മയക്കി ഒരാളിനെ കൊണ്ടുവന്ന കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അയാൾ മദ്യപിച്ചിരുന്നുവെന്നും അയാൾക്ക് സ്വബോധമില്ലായിരുന്നുവെന്നും തെളിയിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ഇൻവാലിഡ് ആവും. അതായത് ഇഫ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് ദ ബോറോവർ വെൻ എൻ്ററിങ് ഇൻ ടു ഇറ്റ് വാസ് നോട്ട് ഇൻ സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൻഡ് കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലായിരുന്നു, സുബോധമില്ലായിരുന്നു, മാനസിക നില ഭദ്രമല്ലായിരുന്നു, ആ ഒരു സമയത്ത് കൊണ്ടുവന്ന് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിച്ചാൽ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് നോട്ട് ഓഫ് സൗണ്ട് മൈൻഡ്. ഇനി ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺസ്, ദർ മേ ബി സ്റ്റാറ്റ്യൂട്ടറി ഡിസ്ക്വാളിഫിക്കേഷൻ ഇമ്പോസ്ഡ് ഓൺ എ പേഴ്സൺ റെസ്പെക്ട് ഓഫ് ഹെർ കപ്പാസിറ്റി ടു കോൺട്രാക്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാകും, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്ത്. അതായത് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ആര് മലയാളത്തിൽ പറയുന്നത് പാപ്പരായിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനൊക്കെയല്ല, അതിനുള്ള കപ്പാസിറ്റി ഇല്ല. എ പേഴ്സൺ ഡിക്ലെയർഡ് ആസ് ഇൻസോൾവെന്റ് cannot enter into a contract so long as he continues to be a non-discharged insolvent. പാപ്പരായ അവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരാൾ പാപ്പരായിട്ട് ഡിക്ലെയർ ചെയ്തു, ആ അവസ്ഥയിൽ നിന്നും അയാളെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ he is not eligible to enter into a contract. The contract entered into by such a person is not enforceable as per 11 of the Indian Contract Act. Indian Contract Actലെ സെക്ഷൻ 11 അനുസരിച്ച് the contract entered into by such a person is not enforceable. ഇനി അടുത്തത് മാരീഡ് വുമൻ ആൻഡ് പെർദനേഷ്യൻ വുമൻ, അവർക്കുള്ള പ്രത്യേകതകൾ എന്താണ്? ലോ ഡസ് നോട്ട് ഡിബാർ എ മാരീഡ് വുമൻ ടു സീക്ക് അഡ്വാൻസ് ഫ്രം ദ ബാങ്ക്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് മാരീഡ് വുമൻ, കല്യാണം കഴിച്ച സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഷീ ഷുഡ് ദെയർഫോർ ബി ട്രീറ്റഡ് ഓൺ ദ സെയിം ഫുട്ടിംഗ് ആസ് എ മാൻ. ഒരു സാധാരണ പുരുഷനെ പോലെ അവരെ കണക്കാക്കണം. പക്ഷേ ഷീ മസ്റ്റ് ഹാവ് ഇൻഡിപെൻഡന്റ് മീൻസ് ആൻഡ് ബോറോയിങ്സ് should be commensurate with her requirements and her ability to pay. പക്ഷേ അതുകൊണ്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് മീൻസ്, സ്വന്തമായിട്ട് ഇതിനുള്ള വകകളൊക്കെ ഉണ്ടാകണം. അതുപോലെ ഈ ബോറോയിങ്, ഈ കടം വാങ്ങിക്കുന്നത് ഷുഡ് ബി കോമൻസറേറ്റ് വിത്ത് ഹെർ റിക്വയർമെന്റ്. അവളുടെ ആവശ്യത്തിന്, വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് എടുക്കുന്നത്. ഷീ ഹാസ് ദ എബിലിറ്റി ടു റീപേ, തിരിച്ചടയ്ക്കാനുള്ള എബിലിറ്റിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഹസ്ബൻഡ് വിൽ നോട്ട് ബി ലൈബിൾ ഫോർ ഹെർ ബോറോയിങ്സ്. ഭർത്താവ് ഈ കടബാധ്യതയ്ക്ക് ലൈബിൾ ആയിരിക്കുകയല്ല, എക്സെപ്റ്റ് വെയർ ഹി ഹാസ് ജോയിൻഡ് ആസ് എ കോ ബോറോവർ ഓർ ആസ് എ ഗ്യാരണ്ടർ. ഒരു ഗ്യാരണ്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു കോ ബോറോവറായിട്ടോ ഹസ്ബൻഡ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഹസ്ബൻഡിന് ഈ കടബാധ്യതയിൽ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല, ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല. ഇനി മാരീഡ് വുമനെ പോലെയാണ് പർദനേഷ്യൻ വുമൻ. പർദനേഷ്യൻ വുമൻ ഈസ് ഓൺ ഹു ഒബ്സർവ്സ് കംപ്ലീറ്റ് സെക്ലൂഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ കസ്റ്റംസ് ഓഫ് ഹർ കമ്മ്യൂണിറ്റി. അവരുടെ കമ്മ്യൂണിറ്റിയിലെ കസ്റ്റംസ് അനുസരിച്ച് കംപ്ലീറ്റ് സെക്ലൂഷനിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് പർദനേഷ്യൻ വുമൻ എന്ന് പറഞ്ഞാൽ പർദ്ദ ഇട്ടിരിക്കുന്ന സ്ത്രീ. ഷീ ഈസ് ക്വാളിഫൈഡ് ടു ഗെറ്റ് ആൻ അഡ്വാൻസ് സാങ്ഷൻ ആൻഡ് ഹാസ് ദ കപ്പാസിറ്റി ടു എൻ്റർ ഇൻ എ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് കപ്പാസിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല, ഷീ ഈസ് ക്വാളിഫൈഡ് ആണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചുള്ള ചില പ്രാക്ടിക്കൽ ഇഷ്യൂസ് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, at stages of lending in ensuring the identity of the borrower, ഈ സ്ത്രീയുടെ ഐഡന്റിറ്റി എൻഷുർ ചെയ്യുന്നതാണ് ഒരു ബുദ്ധിമുട്ട്. കാരണം ഈ പർദ്ദ ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കണ്ണ് മാത്രമേ കാണാനൊക്കുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ മുഖം മുഴുവൻ, ശരീരം മുഴുവൻ മൂടിയിരിക്കുകയായിരിക്കും. ഇതിനകത്തുള്ളത്, ഈ വെയിലിനകത്തുള്ളത് ആരാണെന്നുള്ളത് അറിയാൻ യാതൊരു മാർഗമില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. പോസിബിലിറ്റി എക്സിസ്റ്റ് ഓഫ് പ്ലീ മേ ഓഫ് ഇംപ്രോപ്പർ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. സാധാരണ ഇത് ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ പുറത്ത് കൊണ്ടുവന്ന് അവരെ കൊണ്ട് നിർബന്ധമായിട്ട് ഒപ്പിടിക്കുന്നതാകാം. ഡിനയൽ ഓഫ് ദ ഐഡന്റിറ്റി, ചിലപ്പോൾ ഇവര് ഐഡന്റിറ്റി ഇത് വെളിവാക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. സച്ച് കേസസ് വുഡ് റിക്വയർ അഡീഷണൽ മെഷേഴ്സ് ആൻഡ് പ്രിക്കോഷൻസ്. അങ്ങനെയുള്ള കേസുകൾ, അതായത് ഒരാൾ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ പുറത്താണ് വന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കിന് ഉചിതമായ മറ്റ് മെഷേഴ്സ് ആൻഡ് പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും ഈ പർദനേഷ്യൻ വിമന് ലോൺ കൊടുക്കുന്ന സമയത്ത്. ഇനി ഇല്ലിറ്ററേറ്റ് പേഴ്സൺ, ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ നിരക്ഷരരായ ആൾക്കാരെ ലോൺ എടുക്കാൻ വരികയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. ആൻ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ഹാസ് ദ കപ്പാസിറ്റി ടു എൻ്റർ ഇൻ എ വാലിഡ് കോൺട്രാക്ട്. വാലിഡ് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
he or she executes the documents by thumb impression. സാധാരണ ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ നിരക്ഷരമായോ എഴുതാനും വായിക്കാനും അറിയില്ല, അപ്പൊ അതുകൊണ്ട് സാധാരണ ഒപ്പിടാൻ അറിയില്ല. അങ്ങനെയുള്ള കേസിൽ തമ്പ് ഇംപ്രഷൻ ആയിരിക്കും വാങ്ങിക്കുന്നത്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണ് സാധാരണ വാങ്ങിക്കുന്നത്. സിഗ്നേച്ചർ ഇൻക്ലൂഡ്സ് എ മാർക്ക് ബൈ എ പേഴ്സൺ ഹു ഈസ് അൺഎബിൾ ടു റൈറ്റ് ഹിസ് ഓർ നെയിം. സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു അടയാളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഹു ഈസ് അൺഎബിൾ ടു റൈറ്റ് ഹിസ് ഓർ ഹെർ നെയിം, പേരെഴുതാൻ അറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ. തമ്പ് ഇംപ്രഷൻ ഈസ് എ മാർക്ക്. ഈ തമ്പ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു അടയാളമാണ്. ഈ ചില കേസിൽ ഈ ബോത്ത് ഹാൻഡ്സ് ആർ ലോസ്റ്റ്, രണ്ട് കൈയും ഇല്ലാത്തവരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ കാലിന്റെ പെരുവിരലിന്റെ ഇംപ്രഷൻ ഈസ് അഫിക്സ്ഡ് ആൻഡ് കൺസിഡേർഡ് എസ് എ മാർക്ക്. അത് അഫിക്സ് ചെയ്ത് അതൊരു ഇംപ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. വൈൽ ഒബ്റ്റൈനിങ് ഡോക്യുമെന്റ്സ് ഫ്രം ഇല്ലിറ്ററേറ്റ്സ്, ആയിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ്സ് ഒബ്റ്റൈൻ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ പ്രിക്കോഷൻ ടു ബി ടേക്കൺ ദാറ്റ് ഡോക്യുമെന്റ് ഷുഡ് ബി റെഡ് ഔട്ട്. ഈ ഡോക്യുമെന്റ് അവരെ വായിച്ചു കേൾപ്പിക്കണം. ആൻഡ് എക്സ്പ്ലെയിൻ ടു ദ എക്സിക്യൂട്ടൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് വിറ്റ്നസ്. ഈ ഡോക്യുമെന്റ് അവരെ വായിച്ചു കേൾപ്പിക്കണം, അതിനെക്കുറിച്ച് വിശദമായിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇൻ ദ പ്രസൻസ് ഓഫ് വിറ്റ്നസ്, സാക്ഷികളുടെ മുൻപിൽ വെച്ച് ചെയ്യുകയും വേണം. ഈ സാക്ഷികളുടെ പേരും അഡ്രസ്സും റെക്കോർഡിക്കലി കീപ്പ് ചെയ്യുകയും വേണം. അതായത് ഡോക്യുമെന്റിൽ ഇല്ലിറ്ററേറ്റ്സിനെ കൊണ്ട് ഒപ്പിടിക്കുന്ന സമയത്ത് ചെയ്യേണ്ട പ്രിക്കോഷൻ എന്താണെന്ന് വെച്ചാൽ ഡോക്യുമെന്റിലുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണെന്നുള്ളത് വായിച്ചു കൊടുത്ത് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കണം. 2 വിറ്റ്നസിന്റെ സാന്നിധ്യത്തിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്, 2 സാക്ഷികളുടെ സാന്നിധ്യത്തിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഈ സാക്ഷികളുടെ പേരും അഡ്രസ്സും റെക്കോർഡിൽ സൂക്ഷിക്കുകയും വേണം. എന്നിട്ട് അവരെ കൊണ്ട് അവരിത് വായിച്ചു കേട്ടു മനസ്സിലാക്കി കൊടുത്തു എന്ന് ഈ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റിന് വേണ്ടി ഒരു റെസിറ്റൽ, അതായത് ഒരു എഴുതി വാങ്ങിക്കുകയും കൂടെ വേണം. ഇത്രയാണ് ഇല്ലിറ്ററേറ്റ് പേഴ്സന്റെ കാര്യത്തിൽ ലോൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ലെൻഡിങ് ടു പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം. പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമിൽ ലെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്തത്. ദിസ് ഈസ് എ ബിസിനസ് കൺസേൺ ഹോളി ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് കൺസേൺ ആണ്, അതാണ് ഒരു പ്രൊപ്പറേറ്റർ. അയാൾ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം. As such, dealings with the proprietorship firms are similar to dealing with the owner individual. അതുകൊണ്ട് തന്നെ ഈ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടുള്ള ഡീലിങ്സ് എന്ന് പറയുന്നത് വിത്ത് ദ ഓണർ ഓഫ് ഇൻഡിവിജ്വൽ, ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള അതിന്റെ ഓണറുടെ പേരിൽ കൊടുക്കുന്ന ലോൺ എന്നുള്ള രീതിയിലായിരിക്കും കണക്കൂട്ടുന്നത്. ഇതിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് പ്രോപ്പർ അക്കൗണ്ട്സ് ആൻഡ് സെഗ്രിഗേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽസ് അക്കൗണ്ട് ഫ്രം ദ ബിസിനസ്. സാധാരണ കേസിൽ ഇവരുടെ ഈ വ്യക്തിയുടെ അക്കൗണ്ടും ഈ ഫേമിന്റെ അക്കൗണ്ടും തമ്മിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കും. പക്ഷെ അത് പ്രത്യേകമായിട്ട് കാണിക്കേണ്ടി വരും. ലൈക്ക് ഇൻഡിവിജ്വൽസ്, ദ ഡീലിംഗ്സ് വിത്ത് പ്രൊപ്പറേറ്റർഷിപ്പ് ഫേംസ് ആർ ഗിവൻഡ് എസെൻഷ്യലി ബൈ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇൻഡിവിജ്വൽസിന്റെ നേരത്തെ വ്യക്തികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ചാണ് ഇതിലുള്ള ഡീലിംഗ്സും ഗവൺ ചെയ്തിരിക്കുന്നത്. ഇൻ അക്കൗണ്ടിങ്, ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് ഡിസ്റ്റിങ്ക്ട് ആൻഡ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അക്കൗണ്ടിങ്ങില് അക്കൗണ്ട് എഴുതുന്ന സമയത്ത് ഈ വ്യക്തിയുടെ അക്കൗണ്ടിങ്ങും ബിസിനസിന്റെ അക്കൗണ്ടിങ്ങും പ്രത്യേകമായിട്ട് എഴുതണം. അതായത് ഓണറുടെ അക്കൗണ്ട് വേറെയും ആ ഓണറുടെ തന്നെ വ്യക്തിപരമായ അക്കൗണ്ട് വേറെയും വേണം. അതായത് ബിസിനസ്സും വ്യക്തിപരമായ ട്രാൻസാക്ഷൻസും തമ്മിൽ കൂട്ടിക്കൊടുക്കാത്ത രീതിയിൽ പ്രത്യേകം അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ഫോളോഡ് ടു അവോയ്ഡ് മിക്സിംഗ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഓഫ് ദ ഫേം വിത്ത് ദ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഓഫ് ദ ഓണർ. ഈ ബിസിനസ് ട്രാൻസാക്ഷനും പേഴ്സണൽ ട്രാൻസാക്ഷൻസ് തമ്മിൽ മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത്. The liability of the sole proprietor is unlimited and the creditors would have recourse not only against the assets employed in business but also against the private assets of the proprietor. ഇതിൽ സോൾ പ്രൊപ്പറേറ്ററുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ക്രെഡിറ്റേഴ്സിന് ബിസിനസ്സിലെ എംപ്ലോയ് ചെയ്തിരിക്കുന്ന അസറ്റ്സ് കൂടാതെ ഈ വ്യക്തിയുടെ പ്രൈവറ്റ് അസറ്റ്സും അറ്റാച്ച് ചെയ്യാനും അതിന് അഗേൻസ്റ്റ് ആയിട്ട് നടപടികൾ നടത്താനും ഉള്ള അധികാരം ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ലെൻഡിങ് ടു പാർട്ണർഷിപ്പ് ഫേംസ്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ഗവേൺസ് എ പാർട്ണർഷിപ്പ് ഫേം. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ചാണ് ഇത്. നേരത്തെ ഉണ്ടായിരുന്നത് ഇത് മുഴുവനും കോൺട്രാക്ട് ആക്ട് അനുസരിച്ചായിരുന്നു. സെക്ഷൻ 4 ഓഫ് ദ ആക്ട് സേസ് ദാറ്റ് a partnership is the relation between persons who have agreed to share the profits of a business carried on by all or any of them acting for all. ഈ ഒരു പാർട്ണർഷിപ്പിലെ റിലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ബിസിനസ്, ഈ ബിസിനസിന്റെ ലാഭം വീതം വയ്ക്കാം എന്ന് എഗ്രി ചെയ്തിരിക്കുന്നവരും ഇത് എല്ലാവരും ചേർന്ന് നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എല്ലാവർക്കും വേണ്ടി നടത്തുകയോ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്.
ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഈസ് ഗിവൺ ബൈ ദ പാർട്ണർഷിപ്പ് ഡീഡ്. ഇതിന്റെ ഈ ആൾക്കാർ തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം, ആരെന്തൊക്കെ ഡ്യൂട്ടി ചെയ്യണം, എങ്ങനെയാണ് ഇതിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് വന്നാൽ എത്ര ശതമാനം ഇത് ഓരോരുത്തരും എടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ദ ഡീലിംഗ്സ് വിത്ത് എ പാർട്ണർഷിപ്പ് ഫേം ആർ ഗവേൺഡ് ബൈ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. പാർട്ണർഷിപ്പിലെ ഡീലിംഗ്സ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ചായിരിക്കും ചെയ്യുക എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. ഇനി ലീഗൽ പൊസിഷൻ ഓഫ് എ പാർട്ണർഷിപ്പ്. ഒരു പാർട്ണർഷിപ്പിന്റെ ലീഗൽ പൊസിഷൻ എന്താണെന്ന്. എ പാർട്ണർഷിപ്പ് ഈസ് നോട്ട് ഡിസ്റ്റിങ് ഫ്രം ഇറ്റ്സ് പാർട്ട്നേഴ്സ്. ഇതിന്റെ പാർട്ട്നേഴ്സിൽ നിന്ന് പാർട്ണർഷിപ്പിന് വേറെ പ്രത്യേകതകളൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. സെക്ഷൻ 18 ഓഫ് ദ പാർട്ണർഷിപ്പ് ആക്ട് റീഡ്സ്, സബ്ജക്ട് ടു പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, എ പാർട്ണർ ഈസ് ദ ഏജന്റ് ഓഫ് ദ ഫേം ഫോർ ദ പർപ്പസ് ഓഫ് ദ ബിസിനസ് ഓഫ് ദ ഫേം. ഈ ആക്ടിന്റെ പ്രൊവിഷൻസ് അനുസരിച്ച് ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഈ ഫേമിന്റെ ഏജന്റ് ആണ്, അതായത് ബിസിനസ് നടത്താൻ വേണ്ടി ഉള്ള ആ ഫേമിന്റെ ഒരു ഏജന്റ് ആണ്. The Indian Partnership Act 1932 provides for registration of a partnership but does not make it mandatory. Indian Partnership Act 1932 അനുസരിച്ച് ഒരു പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ബട്ട് ഡസ് നോട്ട് മേക്ക് ഇറ്റ്, അത് മാൻഡേറ്ററി ആയിട്ടില്ല, മാൻഡേറ്ററി അല്ല പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യണോ എന്നുള്ളത്. ഇറ്റ് ഷുഡ് ബി അസർട്ടൈൻഡ് വെദർ ദ ഫേം ഈസ് രജിസ്റ്റേർഡ് ഓർ നോട്ട്. പക്ഷെ അത് രജിസ്റ്റേർഡ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം കൺഫേം ചെയ്തിരിക്കണം. ഇനി അതോറിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ്. ഇഫ് എ പാർട്ട്ണർ ഡസ് ആൻ ആക്ട് ഇൻ ദ യൂഷ്വൽ കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് ദ ഫേം, ദെൻ ഹിസ് ആക്ട് ബൈൻഡ്സ് ദ ഫേം. യൂഷ്വൽ കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് ദ ഫേം, ഫേമിന്റെ യൂഷ്വൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഒരു പാർട്ണർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ആ ഫേമിനെ ബൈൻഡ് ചെയ്യുന്നതായിരിക്കും. ദിസ് അതോറിറ്റി ഓഫ് എ പാർട്ണർ ടു ബൈൻഡ് ദ ഫേം ഈസ് ഇംപ്ലൈഡ് അതോറിറ്റി. ഇതിന് ഇംപ്ലൈഡ് അതോറിറ്റി എന്നാണ് പറയുന്നത്. സെക്ഷൻ 19 ഓഫ് ദ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്. അതായത് അതിന്റെ യൂഷ്വൽ കോഴ്സ് ഓഫ് ബിസിനസ്സില് ഒരു പാർട്ണർ ചെയ്യുന്ന ആക്ട് ഈസ് ബൈൻഡിങ് ഓൺ ദ ഫേം. ഇതിന് ഇംപ്ലൈഡ് അതോറിറ്റി എന്ന് പറയും. സെക്ഷൻ 22 ഓഫ് ദ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് the act which was done by the partner to bind the fame must be done in the name of the fame or in any other manner which implies an intention to bind the fame. സെക്ഷൻ 22 അനുസരിച്ച് സെക്ഷൻ 19 അനുസരിച്ച് ഒരു യൂഷ്വൽ കോഴ്സ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും, ഒരു പാർട്ണർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഫേമിനെ ബൈൻഡ് ചെയ്യുന്നതായിരിക്കും. സെക്ഷൻ 22 അനുസരിച്ച് ദ ആക്ട് വിച്ച് വാസ് ഡൺ ബൈ ദ പാർട്ണർ ടു ബൈൻഡ് ദ ഫേം, ഒരു പാർട്ണർ ചെയ്യുന്ന ആക്ട് മസ്റ്റ് ബി ഡൺ ഇൻ ദ നെയിം ഓഫ് ദ ഫേം. അത് ഫേമിന്റെ പേരിൽ ചെയ്യണം, ഓർ ഇൻ എനി അതർ മാനർ വിച്ച് ഇംപ്ലൈസ് ദ ഇന്റൻഷൻ ടു ബൈൻഡ് ദ ഫേം. അല്ലെങ്കിൽ വേറെ ഏത് രീതി ചെയ്താലും അത് ഫേമിന് വേണ്ടിയാണ് എന്നുള്ള ഇന്റൻഷനോടുകൂടി ചെയ്യണം. എനി പാർട്ണർ ഇൻ എ ട്രേഡിംഗ് പാർട്ണർഷിപ്പ് ഹാസ് certain implied powers. Any partner in a trading partnership has certain implied powers. These are power to borrow money on behalf of the firm for the firm's ordinary course of business. ഇത് ഇംപ്ലൈഡ് ആയിട്ടുള്ള പവർ ഉണ്ട് പാർട്ണർക്ക് ഒരു ട്രേഡിംഗ് പാർട്ണർഷിപ്പിൽ. അതായത് പവർ ടു ബോറോ മണി ഓൺ ബിഹാഫ് ഓഫ് ദ ഫേം, ഫേമിന്റെ പേരിൽ തുക കടം വാങ്ങിക്കാനുള്ള പവർ ഉണ്ട്. പവർ ടു സെൽ ഓർ പ്ലഡ്ജ് എനി ഓഫ് ദ പാർട്ണർഷിപ്പ് പ്രോപ്പർട്ടി, പാർട്ണർഷിപ്പ് പ്രോപ്പർട്ടി വിൽക്കാനോ പ്ലഡ്ജ് ചെയ്യാനോ ഉള്ള പവറും ഒരു പാർട്ണർക്ക് ഉണ്ട്. അതാണ് പാർട്ട്നേഴ്സിന്റെ അതോറിറ്റി. എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേമിലുള്ള അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. There must be an association of 2 or more persons. രണ്ടോ അതിലധികമോ ആൾക്കാരുടെ ഒരു അസോസിയേഷൻ ആണ്. ഡസ് നോട്ട് ഇൻക്ലൂഡ് ഫേംസ്. ഇതിൽ ഫേംസ് വരാൻ പാടില്ല. രണ്ടോ അതിലധികമോ ആകുമോ വ്യക്തികളുടെ ഒരു അസോസിയേഷൻ ആണ് ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. 2 partnerships cannot enter into a partnership although all the partners of the firm may form a separate partnership. 2 പാർട്ണർഷിപ്പിന് ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്. അത് 2 പാർട്ണർഷിപ്പ് അതിൽ പാർട്ണേഴ്സ് ആയിട്ട് നിന്നുകൊണ്ട് വേറെ പാർട്ണർഷിപ്പ് ഉണ്ടാക്കാൻ ഒക്കില്ല. പക്ഷെ ആ 2 പാർട്ണർഷിപ്പിലുള്ള മെമ്പേഴ്സിനെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പുതിയ പാർട്ണർഷിപ്പ് ഉണ്ടാക്കാറുണ്ട്.
ഇത് കമ്പനീസ് ആക്ട് അനുസരിച്ച് 2013 വെച്ച് മാക്സിമം നമ്പർ ദാറ്റ് ക്യാൻ ബി പ്രിസ്ക്രൈബ്ഡ് ഈസ് 100. പക്ഷേ ലേറ്റസ്റ്റ് അനുസരിച്ച് മിസലേനിയസ് റൂൾസ് 2014 അനുസരിച്ച് മാക്സിമം നമ്പർ ഈസ് 50 ഫോർ എ പാർട്ണർഷിപ്പ് ഫോർ ദ പർപ്പസ് ഓഫ് ഗെയിൻ. ലാഭങ്ങളുടെ വഴിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് 50 ആണ് മാക്സിമം. അപ്പൊ മിനിമം 2 പേര് ആണ് ഉണ്ടായിരിക്കേണ്ടത്. അസോസിയേഷൻ ഓഫ് 2 or more പേഴ്സൺസ്. പിന്നെ തന്നെയല്ല അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ, അപ്പം ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് മിനിമം 2 അതിൽ കൂടുതൽ ആൾക്കാരാകാം. There must be an expressed or implied agreement between the partners to do a business for gain. പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം, എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് ആയിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം ടു ഡു എ ബിസിനസ് ഓർ എ ഗെയിൻ. അതായത് ഒരു ലാഭം ഗെയിൻ ഉണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇംപ്ലൈഡ് എഗ്രിമെന്റ്. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ there must be a business. ഒരു ബിസിനസ് ഉണ്ടായിരിക്കണം. അതായത് ട്രേഡ്, ഓക്യുപ്പേഷൻ ഓർ പ്രൊഫഷൻ that must be legal. ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ടായിരിക്കണം. There must be sharing of profits and losses of the business except for distinct understanding for some partner sharing only profit but not loss. അവിടെ പ്രോഫിറ്റോ ലോസോ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. പക്ഷെ ചില കേസുകളിൽ പ്രോഫിറ്റ് മാത്രമേ ഷെയർ ചെയ്യുള്ളൂ, ലോസ് ഷെയർ ചെയ്യുകയില്ല എന്നുള്ള ചില തീരുമാനങ്ങൾ, അങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാകാറുണ്ട്. ദ ബിസിനസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ഐദർ ബൈ ഓൾ ഓർ ബൈ എനി ഓഫ് ദ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം. These entities are not partnership, a society, an association, a club, a joint Hindu family or co-ownership. The business must be carried on either by all or by any of the partners of the firm. ഇങ്ങനെയുള്ളത്. അപ്പോൾ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ 2 അതിലധികമോ ആൾക്കാരുണ്ടായിരിക്കുക. There must be an expressed or implied agreement between the partners to do a business. There must be a business. There must be sharing of profits and losses of the business. The business must be carried on either by all or by any of the partners of the firm. ഇനി രജിസ്ട്രേഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം, രജിസ്ട്രേഷന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. The act contemplates registration of firms and not the partnership deed. ഈ ആക്ട് അനുസരിച്ച് ഫേം രജിസ്റ്റർ ചെയ്തിരിക്കണം, പക്ഷെ പാർട്ണർഷിപ്പ് ഡീഡ് രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് നിർബന്ധമില്ല. The Partnership Act does not provide for compulsory registration of firms. പാർട്ണർഷിപ്പ് ആക്ട് ഫേംസിന്റെ രജിസ്ട്രേഷൻ വേണമെന്ന് കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. പക്ഷേ നോൺ രജിസ്ട്രേഷൻ വുഡ് നോട്ട് അഫക്ട് ദ ക്യാരിയിങ് ഓൺ ഓഫ് ബിസിനസ് ആൻഡ് ഗിവിംഗ് എഫക്ട് ടു ദ പാർട്ണർഷിപ്പ് ഡീഡ്. ഈ നോൺ രജിസ്ട്രേഷൻ പക്ഷെ അത് വുഡ് നോട്ട് അഫക്ട് ദ ക്യാരിയിങ് ഓൺ ഓഫ് ബിസിനസ്. അതിന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ അഡ്വൈസ് ആയിട്ട് അഫക്ട് ചെയ്യരുത് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ബട്ട് സർട്ടൻ പക്ഷെ ചില കൺസ്ട്രെയിൻസിൽ വിച്ച് ആർ അൺരജിസ്റ്റേർഡ് ഫേം കുഡ് സഫർ എൻകറേജ് പാർട്ട്നേഴ്സ് ടു രജിസ്റ്റർ. ചില കേസുകളിൽ വരുമ്പോൾ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകാറുണ്ട് അൺരജിസ്റ്റേർഡ് ആയതുകൊണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ പാർട്ട്നേഴ്സിനെ ഫേം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യാറുണ്ട്. അതായത് രജിസ്ട്രേഷൻ ഈസ് എവിഡൻസ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ പാർട്ണർഷിപ്പ്. രജിസ്റ്റർ ചെയ്തു എങ്കിൽ ഇത് അതിന്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെ ഒരു തെളിവായിട്ട് സ്വീകരിക്കാൻ ഒക്കില്ല. കാരണം ഇത് രജിസ്ട്രാറുടെ അടുത്ത് ഇതിന്റെ കോപ്പി ഉണ്ടായിരിക്കും, കാര്യങ്ങളൊക്കെ അറിയാം. പാർട്ണേഴ്സ് ഓഫ് എ രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് കനോട്ട് ഡിനൈ എക്സിസ്റ്റൻസ് ഓഫ് എ പാർട്ണർഷിപ്പ്. ഒരു രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പിന്റെ പാർട്ണേഴ്സിന് cannot deny existence of a partnership. ഇങ്ങനെ ഫേം ഇല്ല എന്ന് വാദിക്കാൻ ഒക്കെയല്ല. അതുകൊണ്ട് അഫോർഡിങ് പ്രൊട്ടക്ഷൻ ടു ഔട്ട്സൈഡേഴ്സ് ഡീലിംഗ് വിത്ത് ദ ഫേം. പുറമേ ഉള്ളവർക്ക് ഈ ഫേംസുമായിട്ട് ഡീല് ചെയ്യാൻ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. It is also in the interest of the partners themselves to have the firm registered. പാർട്ട്നേഴ്സിന്റെ ഇൻട്രസ്റ്റിലും നല്ലതെന്ന് പറഞ്ഞാൽ ഈ ഫേം രജിസ്റ്റേർഡ് ആയിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. Or else the firm or any other person on its behalf cannot file a suit against a third party. അല്ലെങ്കിൽ രജിസ്റ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫേമിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർക്കോ ഈ ഫേമിന്റെ പേരിൽ ഒരു തേർഡ് പാർട്ടിയോ ഒരു മൂന്നാമനെതിരെ കേസ് കൊടുക്കാനോ ഒന്നും സാധ്യമല്ല. ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റോ ഈ ഫേം എൻ്റർ ചെയ്തിരുന്ന ആ ഒരു കോൺട്രാക്റ്റിൽ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വന്നാൽ ഇത് രജിസ്റ്റേർഡ് അല്ല എന്നുണ്ടെങ്കിൽ ഫേമിനോ അല്ലെങ്കിൽ ഇതിലെ പാർട്ട്നേഴ്സിനോ ആർക്കും ആ തേർഡ് പാർട്ടിക്ക് അഗേൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാനൊക്കെ അല്ല. അതുകൊണ്ട് എപ്പോഴായാലും ഫേം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഫേം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അടുത്തത് കോൺസിക്വൻസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ ഓഫ് എ ഫേം. നോൺ രജിസ്ട്രേഷൻ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. സ്യൂട്ട്സ് ബൈ പാർട്ണേഴ്സ് ഇന്റർസെ. പാർട്ണേഴ്സ് തമ്മിലുള്ള കേസുകൾ വല്ലതും ഉണ്ടെങ്കിൽ എ പാർട്ണർ ഓർ എനി വൺ
on his behalf can institute in any court a suit against the firm or against any other partner of the firm to enforce a right arising from a contract or conferred by the Partnership Act, including a claim of set-off or other proceeding for a right from a contract. സ്യൂട്ട്സ് ബൈ എ പാർട്ട്നേഴ്സ്, ഇവർക്ക് പാർട്ട്നേഴ്സിന് തമ്മിൽ സ്യൂട്ട് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ സ്യൂട്ട് ഫയൽ ചെയ്യാനൊക്കും. സ്യൂട്ട് ബൈ എ ഫേം അഗൈൻസ്റ്റ് തേർഡ് പാർട്ടീസ്, നോട്ട് സ്യൂട്ട് ടു enforce a right arising from a contract, including a claim of set-off or other proceedings. ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്യൂട്ടും ഒരു തേർഡ് പാർട്ടിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ ഫേമിനോ അല്ലെങ്കിൽ അതിൽ പാർട്ട്നേഴ്സിനോ സാധ്യമല്ല. No suit to enforce a right arising from a contract, including a claim of set-off or other proceedings to enforce a right arising from a contract, can be instituted in any court by or on behalf of a firm against any third party, unless the firm is registered and the persons suing have been shown in the register of firms as partners of the firm. ഒരു ഫേം രജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ പേഴ്സൺ ഇതിനെതിരായിട്ട് കേസ് കൊടുക്കുന്ന ആളിന്റെ പേര് പാർട്ണർഷിപ്പ് രജിസ്റ്റർ ഓഫ് ഫേംസിൽ ആസ് പാർട്ണറായിട്ട് ഫേമിന്റെ പാർട്ണറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ആളിനോ അല്ലെങ്കിൽ ആ ഫേമിനോ അഗൈൻസ്റ്റ് ആയിട്ട് സ്യൂട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇതിൽ രണ്ട് എക്സെപ്ഷൻസ് ഉള്ളത്. എൻഫോഴ്സ്മെന്റ് ഓഫ് റൈറ്റ് ടു സ്യൂ ഫോർ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, ഫേമിന്റെ ഡിസൊല്യൂഷന്റെ വഴിക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്യൂ ചെയ്യാനൊക്കും. or for accounts of a dissolved firm or any right or power to realize the property of the dissolved firm. ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഫേമിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എനി റൈറ്റ് അല്ലെങ്കിൽ പവർ ടു റിയലൈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡിസോൾവ്ഡ് ഫേം, ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഫേമിന്റെ ചെയ്യാൻ സാധിക്കും. ദ പവേഴ്സ് ഓഫ് ആൻ ഒഫീഷ്യൽ അസൈനിങ് റിസീവർ ഓർ കോർട്ട് അണ്ടർ ദ പ്രസിഡൻസി ടൗൺസ് ഇൻസോൾവൻസി ആക്ട് 1909 ടു റിയലൈസ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഇൻസോൾവന്റ്. ഇതാണ് രണ്ട് എക്സെപ്ഷൻസ് ഉള്ളത്. ഒന്ന്, എൻഫോഴ്സ്മെന്റ് ഓഫ് എ റൈറ്റ് ടു സ്യൂ ഫോർ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഓർ ഫോർ അക്കൗണ്ട്സ് ഓഫ് എ ഡിസോൾവ്ഡ് ഫേം or any right or power to realize the property of the dissolved firm. രണ്ടാമതെന്ന് പറഞ്ഞാൽ the powers of an official assignee, receiver or court under the Presidency Towns Insolvency Act to realize the property of an insolvent partner. In the business of a partnership firm, rights and duties of a partner, ഒരു പാർട്ണറുടെ റൈറ്റ്സും ഡ്യൂട്ടീസും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണെന്നുള്ളത്. Rights and duties of the partners are determined by the deed of partnership. പാർട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ചാണ് ഒരു പാർട്ണറുടെ റൈറ്റും ഡ്യൂട്ടിയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഓപ്പണിംഗ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. അതിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കും, ഓരോരുത്തരുടെയും ബോറോയിങ് പവർ പറഞ്ഞിരിക്കും, സൈനിങ് ഓഫ് ചെക്ക് പറഞ്ഞിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കും. ജനറലി മാനേജിംഗ് പാർട്ണർ, സാധാരണയായിട്ട് ഒരു മാനേജിംഗ് പാർട്ണർ ഉണ്ടായിരിക്കും, കണ്ടക്ട്സ് എ ബിസിനസ് ഓൺ ബിഹാഫ് ഓഫ് ദ അതർ പാർട്ണേഴ്സ്. എ ബാങ്ക് ഡീലിംഗ് വിത്ത് എ പാർട്ണർഷിപ്പ് ഫേം ഷുഡ് എൻഷുർ ദാറ്റ് ദ ബിസിനസ് ഈസ് കണ്ടക്ടഡ് ആസ് പെർ ദ പാർട്ണർഷിപ്പ് ഡീഡ്. ബാങ്കിന് ഇത് തീർച്ചയായിട്ടും ഇതിൽ നോക്കി വെക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് അല്ലെങ്കിൽ ക്ലോസ് അനുസരിച്ചാണ് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൺഫേം ചെയ്യണം. If the managing partner does not have the powers to conduct certain transactions, then it should be ensured that consent of all partners are. ചില കാര്യങ്ങൾ ചെയ്യാൻ മാനേജിംഗ് പാർട്ണർക്ക് പവർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ചില കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് കൺസെന്റ് ഓഫ് ഓൾ പാർട്ണേഴ്സ് ആർ ഒബ്റ്റെയിൻഡ്. എല്ലാ പാർട്ടികളും എല്ലാ പാർട്ണേഴ്സിന്റെയും സമ്മതം വാങ്ങിച്ചുകൊണ്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അടുത്തത് പാർട്ണർഷിപ്പ് ഫേം and transactions in immovable property. A partner cannot affect the transfer of immovable property of the firm unless expressly authorized. സെക്ഷൻ 19 പറയുന്നുണ്ട്, സ്പെസിഫൈഡ് ആയിട്ട് ഓതറൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പാർട്ണർക്ക് cannot affect the transfer of immovable property of the firm. When firms immovable property as security, it should be ensured that the partner creating the mortgage forms immovable property. It should be expressly authorized for all the partners. അതായത് ഒരു ഫേമിന്റെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മോർഗേജ് ചെയ്യുകയോ പ്ലെഡ്ജ് ചെയ്യുകയോ വല്ലതും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ലി ഓതറൈസ്ഡ്. ആ വ്യക്തിയെ എക്സ്പ്രസീവ്ലി ഓതറൈസ്ഡ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പാർട്ണേഴ്സ് എല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് ചെയ്യാനൊക്കെ. The memorandum of deposit should be signed by all the partners. അതും നോക്കി ഓർത്തിരിക്കണം. ഈ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മെമ്മോറാണ്ടത്തിന്റെ ഭാഗം ആകുന്ന എല്ലാ പാർട്ണേഴ്സും ഈ മെമ്മോറാണ്ടം ഓഫ് ഡെപ്പോസിറ്റ് ഷുഡ് ബി സൈൻ. A partner does not have implied authority to act on behalf of all the partners in executing mortgage deed.
ഈ മോർഗേജ് ഡീഡ് ചെയ്യുന്ന സമയത്ത് എ പാർട്ണർ ഡസ് നോട്ട് ഹാവ് ഇംപ്ലൈഡ് അതോറിറ്റി. ഒരു പാർട്ണർക്ക് ഇംപ്ലൈഡ് അതോറിറ്റി ഇല്ല. ഒന്നുകിൽ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു അതോറിറ്റി കൊടുത്തിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യണം. ഇൻ കേസ് ഓഫ് ലീഗൽ മോർഗേജ്, കൺകറൻസ് ഓഫ് ഓൾ ദ പാർട്ണേഴ്സ് ഈസ് റിക്വയർഡ് ഐദർ ഇൻ ദ മോർഗേജ് ഡീഡ് ഇറ്റ്സെൽഫ് ഓർ എ ഡീഡ് ഓതറൈസിംഗ് എ പാർട്ണർ ടു എക്സിക്യൂട്ട് ദ മോർഗേജ് ഡീഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഫേം. ഒരു ലീഗൽ മോർഗേജ് വരുന്ന സമയത്ത് എല്ലാ പാർട്ണേഴ്സിന്റെയും കൺകറൻസ്, സമ്മതം ആവശ്യമാണ്. ഐദർ ഇൻ ദ മോർഗേജ് ഡീഡ്, ഒന്നുകിൽ ആ മോർഗേജ് ഡീഡിൽ ആ സമ്മതം വാങ്ങിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡീഡ് ഓതറൈസിങ്, ആ പാർട്ണറെ ഓതറൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ഡീഡ് ഈ മോർഗേജ് ഡീഡ് എക്സിക്യൂട്ട് ചെയ്യാൻ, ഫേമിന്റെ പേരിൽ ഈ മോർഗേജ് ഡീഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഓതറൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക ഡീഡ് ഇതിൽ ഉണ്ടായിരിക്കണം. ഇനി ഇൻസോൾവൻസി ഓഫ് ദ ഫേം. On receiving notice of insolvency of the firm, any further transactions in the account must be immediately stopped. അതിലെ ക്രെഡിറ്റ് ആണോ ഡെബിറ്റ് ആണോ എന്ന് നോക്കാതെ ഓൺ റിസീവിംഗ് എ നോട്ടീസ് ഓഫ് ഇൻസോൾവൻസി ഓഫ് ദ ഫേം, ഫേമിന്റെ ഇൻസോൾവൻസി കുറിച്ച് ഒരു നോട്ടീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ, ഒരു പാർട്ണറുടെ ഇൻസോൾവൻസിയെ കുറിച്ചാണ് നോട്ടീസ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ദ ഫേംസ് അക്കൗണ്ട് ഈസ് ഇൻ ക്രെഡിറ്റ്, ദെൻ അതർ പാർട്ണേഴ്സ് ക്യാൻ ഓപ്പറേറ്റ് ദ സെയിം. ഫേം ക്രെഡിറ്റിലാണെന്നുണ്ടെങ്കിൽ മറ്റ് പാർട്ട്നേഴ്സിന് അത് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കും. The bank should obtain a fresh mandate and previous checks issued by the insolvent partner may be paid only if the other partners confirm. Bank should obtain a fresh mandate and ഒരു പ്രത്യേക മാൻഡേറ്റ് വാങ്ങിച്ചിരിക്കണം. അതുപോലെ ഈ മരിക്കുന്നതിന് മുമ്പ് ഇൻസോൾവെന്റ് ആകുന്നതിന് മുമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ചെക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻസോൾവെന്റ് ആയിട്ടുള്ള പാർട്ണർ ഇഷ്യൂ ചെയ്യുന്ന ചെക്കുകളാണെന്നുണ്ടെങ്കിൽ മേ ബി പെയ്ഡ് ഓൺലി ഇഫ് ദ അതർ പാർട്ണേഴ്സ് കൺഫേം, മറ്റ് പാർട്ണേഴ്സ് കൺഫേം ചെയ്തെങ്കിൽ മാത്രമേ പേ ചെയ്യൂ. ഇൻ കേസ് ദ അക്കൗണ്ട് ഈസ് ഇൻ ഡെബിറ്റ്, ദെൻ ഫർദർ ട്രാൻസാക്ഷൻ ദ അക്കൗണ്ട് ഷുഡ് ബി സ്റ്റോപ്ഡ്. ഇത് ഡെബിറ്റിലാണെന്നുണ്ടെങ്കിൽ ഫർദർ ട്രാൻസാക്ഷൻ, അക്കൗണ്ടിലുള്ള ഫർദർ ട്രാൻസാക്ഷൻസ് നിർബന്ധമായിട്ടും നിർത്തണം. സോ ദാറ്റ് ദ റൂൾ ഓഫ് ക്ലൈറ്റൺസ് കേസ് ഡസ് നോട്ട് അപ്ലൈ. ക്ലൈറ്റൺസ് കേസിൽ, അതായത് ഡെബിറ്റുള്ള അക്കൗണ്ടുകളിൽ വരുന്ന ഫർദർ ട്രാൻസാക്ഷനുമായിട്ടുള്ള ബന്ധമുള്ളതാണ് ക്ലൈറ്റൺസ് കേസ്. അതായത് ആദ്യം ചെയ്ത ഡെബിറ്റ് ട്രാൻസാക്ഷൻ അടുത്ത ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അനുസരിച്ച് വൈപ്പ് ഓഫ് ചെയ്തു പോകും. അതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള പാർട്ട്നേഴ്സിന് ബാധ്യത വരാതിരിക്കാൻ വേണ്ടി ക്ലൈറ്റൺസ് റൂൾ അനുസരിച്ച് അപ്ലൈ ആകാതിരിക്കാൻ അക്കൗണ്ട് ഡെബിറ്റിലാണെന്നുണ്ടെങ്കിൽ ഷുഡ് ബി സ്റ്റോപ്ഡ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. ഇനി ഡെത്ത് ഓഫ് എ പാർട്ണർ, ഒരു പാർട്ണർ മരിച്ചു പോവാണ്, ഡെത്ത് ഓഫ് എ പാർട്ണർ ഡിസോൾവ്സ് ദ പാർട്ണർഷിപ്പ്. ഒരു പാർട്ണർ മരിക്കുകയാണെങ്കിൽ, ലോൺ പ്രപ്പോസൽസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം, ദ ഫോളോയിങ് റിക്വയർമെന്റ്സ് ആർ ഇമ്പോർട്ടന്റ്. ദ ഫേം ഷുഡ് ബി എ രജിസ്റ്റേർഡ് വൺ. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലോൺ പ്രപ്പോസൽസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 റിക്വയർമെന്റ്സ്, അതായത് ഫേം ഷുഡ് ബി എ രജിസ്റ്റേർഡ് വൺ, ഫേം രജിസ്റ്റേർഡ് വൺ ആയിരിക്കണം. To scrutinize the partnership deed for any provisions that may put the loan into a jeopardy. അത് പാർട്ണർഷിപ്പ് ഡീഡ് സ്ക്രൂട്ടിനൈസ് ചെയ്തിരിക്കണം. അത് ഫേം റൺ ചെയ്യുന്നത് ഈ പാർട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രൊവിഷൻസും അനുസരിച്ച് തന്നെയാണെന്ന് കൺഫേം ചെയ്യണം. ഈ വൺ ഓഫ് ദ പാർട്ണേഴ്സ് ഈസ് എ ലിമിറ്റഡ് കമ്പനി, ബാങ്ക് ചാർജ് ഷുഡ് ബി രജിസ്റ്റേർഡ് വിത്ത് ROC. ഒരു പാർട്ണർ ഒരു ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ഓഫ് കമ്പനിയുമായിട്ട് ബാങ്കിന്റെ ചാർജ് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പാർട്ണർഷിപ്പ് കുറിച്ച് ഓർക്കാനുള്ളത്. If you feel the contents are relevant, please like, comment and share. Thank you.